രാത്രിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഷാലുദ്ദീൻ, ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ ചൈനയിലേക്ക്. നമ്മളിവിടെ ഒരു പഴയൊരു എന്താ പറയുക ബിൽഡിംഗ് ഉണ്ട്, ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളത് ഇതിൽ കണ്ടിരുന്നു, എന്നിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അത് ഇപ്പോൾ ടൈം ഏകദേശം വൈകി. അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഓഫ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. ടാക്സി നോക്കിക്കാണ്. അപ്പോൾ ടാക്സി നോക്കിക്കാണ്. ടാക്സിയിൽ നമുക്ക് പോയിട്ട് എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ഇവരുണ്ട്, അഹമ്മദുണ്ട്, അബ്ദുറഹ്മാനുണ്ട്, അമറും ഉണ്ട്. ടാക്സികൾ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ടോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ലൈറ്റുകളൊക്കെ ഒരുവിധം ഓഫായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഓഫായിട്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി ഫോട്ടോസുകൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കണം. അപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ച സ്ഥലത്തെ ലൈറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ടാക്സിക്കാരനോട് ചോദിച്ചപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞു അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു, പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് സ്ട്രീറ്റുകൾ തപ്പി നോക്കാം. ഈ സ്ട്രീറ്റിൽ കൂടെ നമുക്കൊന്ന് പോയിട്ട് നോക്കി നോക്കാം. സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ഹോട്ടലുകൾ. നൈറ്റാണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ടാക്സികളും ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട്. രാത്രി ഫുഡാണ് കേട്ടോ, മൊത്തം ഫുഡിൻ്റെ സംഭവങ്ങളാണ് ഉള്ളത്. ആൾക്കാർ മൊത്തം ഫുഡ് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ പുറത്തിറങ്ങുക. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ ലൈറ്റ് കത്തുന്ന ബിൽഡിങ്ങുകളാണ്. കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളും അതൊക്കെ സ്റ്റോപ്പായി. ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. എന്തായാലും നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ മറ്റേ പഴം കാര്യങ്ങൾ ഇതെല്ലാം നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതൊക്കെ. ഷൂഫയ്യ ആദശു, ഇത് കംപ്ലീറ്റ് മറ്റേ ഇതിൻ്റെ ഫിലിമിൻ്റെ സാധനങ്ങളുണ്ട്. അതൊക്കെ ലാപ്പ് ഉണ്ട്, പ്രൊജക്ടർ, കോളാമ്പി മൈക്ക, TV, എല്ലാ പഴയ സാധനങ്ങൾ. ഇതൊക്കെ മിഷീന് നല്ലൊരു സംഭവം കേട്ടാ. റോഡ് സൈഡിൽ ഇവിടെ ഒരു സംഭവം കണ്ടു കേട്ടോ. ഒരു റോട്ടിലേ ഒരു ട്രെയിൻ, എനിക്ക് ഒരു ട്രെയിൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഫുഡ് കോർട്ടാണോ അല്ല. 2 ബോഗികളുണ്ട്, ഒരു എൻജിനുണ്ട്. അല്ല ഫുള്ള് പഴയ കാസറ്റ്, വീഡിയോ കാസറ്റ് കാര്യങ്ങളൊക്കെ. അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ. ഇവിടെ ലേറ്റുള്ള സമയത്ത് വരായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കി ഇങ്ങനെ ഓരോ ഇതുകൾ കൊടുത്തിട്ടുണ്ട്. ഫിലിമിൻ്റെ ഇതുണ്ട്, സിനിമയുടെ എന്തോ സംഭവങ്ങളാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ബിൽഡിങ് നോക്കി ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്കി, പഴയ മോഡല്. ഈ സ്ട്രീറ്റ് തന്നെ എന്തോ ഒരു സംഭവം ഇതുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു സിനിമ സെറ്റപ്പ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നോക്കി, ഇതുണ്ടോ പഴയ മോഡല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബൊഗൈൻവില്ല നോക്കി നല്ല രസമുണ്ട് കേട്ടോ. അത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്റ്റെപ്പിൽ. പക്ഷെ ഇതൊക്കെ ലൈറ്റുള്ള സമയത്ത് വന്നെങ്കിൽ ഒന്നും കൂടി രസമായിട്ട് കാണാമായിരുന്നു.
വീട്ടിലൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഒരാൾ ഇല്ല. വഴിക്ക് നമ്മൾ പോകുന്നത് എന്താ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്താറായോ ഇല്ല. എവിടെയാണെന്ന് ഒരു പിടുത്തില്ല. എന്തോ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എല്ലാം അടച്ചു. നമ്മൾ നടന്നത് എവിടെയോ എത്തിയിട്ടോ. കുറേ കടകളും റെസ്റ്റോറൻ്റൊക്കെ ഉള്ള സ്ഥലം തോന്നുന്നുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായതേ. ഇവിടെ കൂടെ ഒന്ന് കയറി വെക്കാം. അതെ ബ്രിഡ്ജ്. ഓക്കെ, എവിടെയോ ഒരു സ്ഥലത്തെത്തി. ബ്രിഡ്ജ് കണ്ടോ, ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബ്രിഡ്ജിലൊക്കെ ഇതുണ്ടോ. ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. എന്തോ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തോ പാട്ട് പാടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ, എന്തോ അടിച്ചു പൊളിക്കാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഫെസ്റ്റിവൽ പോലെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ തന്നെ മെയിനായിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഇവിടുത്തെ ആൾക്ക് ഹോട്ടലിലേക്ക് പോകുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വഴിയാണ് മാപ്പ് വെച്ചിട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കുറേയൊക്കെ ഇറങ്ങി നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം ഇന്നും നാളെയും കൂടി നമുക്ക് ഫ്രീ ഉണ്ട് രാവിലെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം അടുപ്പിച്ച് വർക്കുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ വരും. പിന്നെ 3 ദിവസം അടുപ്പിച്ച് വർക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം രാവിലെ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ താഴെ ഹോട്ടലിൻ്റെ താഴെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ.
ചൈനയിൽ. ഓക്കെ, കം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലാണ് കേട്ടോ അതിൻ്റെ ലോബി ഉള്ളത്, റിസപ്ഷനൊക്കെ. നമ്മൾ 45ാമത്തെ ഫ്ലോറിലാണ്. ഇനി നേരെ നമ്മൾ 52-ൽ ലോബിയിൽ പോയിട്ട് വേണം വീണ്ടും താഴത്തേക്ക് വരാനായിട്ട്. അല്ലാണ്ട് താഴത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടോ 52 ലോബി. അടയ്ക്കൂ. യെസ്. അപ്പോൾ അതാ ഇവിടെയൊക്കെ കണ്ടോ, ഇത് നമ്മൾ കാർഡ് ഇവിടെ പഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോ റൂമിലേക്കും ഓരോ ഫ്ലോറിലേക്കും പോകാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും 55-56 നിലയുണ്ട്. കം, ഹായ്. അപ്പോൾ 52-ൽ നമുക്ക് ചെന്നിട്ട് കാണാം. 52-ൽ എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ലോബി, റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അവരോട് വന്നിട്ടുണ്ടോ? എത്തിയില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്റ്റെയർ കേഴ്സൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേണ്ട, ഓക്കെ. ഇന്നിപ്പോൾ ഒരു ഇച്ചിരി കൂടി വിസിബിലിറ്റി ഉണ്ട്. ഇന്നലെ ഒന്നും ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഫോഗും കാര്യങ്ങളൊക്കെയായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി കറങ്ങി ഇതുണ്ടത് അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെയാണ് നമ്മൾ പോയത് ഇന്നലെ. അവിടെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഇതുണ്ട്, നടന്ന് പോയിട്ടാ അവിടേക്ക്. അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ തിരിച്ചു പോകുന്നത്. നമ്മളവിടെ നിന്ന് താഴത്തേക്ക് വന്നിട്ട് അവരോട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻ ലോബിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എവിടെ ഇരിക്കണ്ടല്ലോ. അബ്ദു, ഗുഡ് മോർണിംഗ്. യാ, ഹൗ ആർ യു ബ്രദർ? യാ, റെഡി. യെസ്. ഈജി ഓഫ് ജിയാദ ഫാസ്റ്റ്. ഞങ്ങളിവിടെ വന്നിട്ട് മറ്റേ ഇലക്ട്രിക് പ്ലഗിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നും ചാർജ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അബ്ദു ഇന്നലെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു പ്ലഗ്. സാധനം കയ്യോടെ തന്നെ വന്നു. ഇപ്പോൾ ഇവിടെ ലോബിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ എൻ്റെ ഫ്രണ്ട് സൈഡിലൊരു ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല രസമില്ല ഈ സാധനമാണ്. ഈ ഹോട്ടലിലുണ്ടോ നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്താണ്, ഇതിൽ കൂടെ ഇല്ല. നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ 2-3 സ്ഥലം നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സാധനങ്ങൾ മേടിക്കാനും അതിനൊക്കെ ഉള്ള. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതെന്തോ ഒരു മാളാന്ന് തോന്നും. ഇവിടേക്ക് ജസ്റ്റ് കയറി നോക്കാം. ഈ മാളിൽ നമ്മൾ ഇന്നലെ വന്നിരുന്നു കേട്ടോ. ഇന്നലെ നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു കടയിൽ നിന്നാണ് ഇന്നലെ ഒരു സാധനം ഓർഡർ ചെയ്തത്. മാംഗോ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇച്ചിരി നിന്നിട്ട് അത് അവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. അത്ര നല്ലതായിരുന്നു എന്ന് അർത്ഥം. അവിടെ ബോർഡുമുണ്ട്. ഇനി കൊണ്ട് ഉള്ളിലൊന്ന് ഷോപ്പുകളിലൊന്ന് നോക്കട്ടെ എന്താണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇന്നലെ പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ യെസ് CG had the same malls, huh? ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് താഴെ മാത്രമേ കറങ്ങിയുള്ളൂ കേട്ടോ. താഴെ ആ ഏരിയയിലാണ് നമ്മൾ ഇന്നലെ കറങ്ങിയത്. നമുക്ക് എന്ത് ചെയ്യാം, മോളിൽ നിന്ന് എന്തായാലും പോയി നോക്കാം. അവിടെ എന്തോ സാധനങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ, കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതിനുള്ളത് കളിക്കാൻ വെച്ചേക്കുന്നത്, ഇത് മേടിക്കാൻ വെച്ചേക്കുന്നതല്ല കേട്ടോ. പിള്ളേർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കാനായിട്ട് കണ്ട.
ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലുണ്ട്. ഫിഷിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഫിഷും ഉണ്ട്, കളിക്കുന്ന ഫിഷും ഉണ്ട്. ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ട്. ഹായ്, ഇവിടെ കുറേ ലേഡീസിൻ്റെ ചെരുപ്പും കുട്ടികളുടെ ഷൂസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇതൊക്കെ റേറ്റ് 150 യുവാൻ എന്ന് പറയുമ്പോൾ നേർപകുതിയാണ് കേട്ടോ ദറംസ് വരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇടുന്ന ടൈപ്പ് ഉള്ള ഡ്രസ്സുകളാണ്. എന്താ നമ്മളെന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. ഇതൊക്കെ കണ്ട റേറ്റ് കൂടുതലാണ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ 30-34 ദിർഹംസ് റേറ്റ് വരുന്നു. വീണ്ടും ഒന്നും കൂടി മേലോട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു. വേണ്ടത് ഇത് കണ്ടോ, ജീവനുള്ളതാട്ടോ. الأصلي هذا أول أنا شفته هذا ما في أصلي. هذا بچة شو سوي هذا جيم هذا ഇത് എനിക്ക് പൊട്ടിച്ച് തിന്നലായിരിക്കും ഗെയിം ഞാൻ പറയുന്നത്. എവിടെ എന്തൊക്കെയോ കളിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കളിക്കാനായിട്ടുള്ളതാണ്, ഇതൊന്നും മേടിക്കാനുള്ളതല്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ താഴത്തേക്ക് വീണ്ടും ഇറങ്ങി കേട്ടോ. അവിടെ കുറേ ഷൂസുകൾ, ജാക്കറ്റുകൾ, ടീഷർട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. സാലിമിന് സൈസ് ഇത് മതിയാവുമെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടോ ഇവിടുത്തെ സൈസൊക്കെ മൊത്തം വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നു. കുറച്ച് വലുതായാലും കുഴപ്പമില്ല, ചെറുതായിട്ട് തോന്നുന്നു എനിക്ക്. 2 എണ്ണത്തിന് 369. ഇവിടെ സ്കെച്ചേഴ്സിൻ്റെ കുറച്ച് മോഡലുകൾ, സ്കെച്ചേഴ്സ് അല്ല അതിൻ്റെ അതേപോലത്തെ. ആ ഇതെല്ലാം 2 പീസ് 369 യുവാൻ എന്ന് പറയുമ്പോൾ നേർപകുതി ദിർഹംസ്. നല്ല രസമുള്ള ഷൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി നോക്കാം ഷൂസ്. സോ അബ്ദു زين هذا كلر اي واحد هذا لا كلها انواع ما شاء الله خفيف. عندهم انواع ثانيه. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ട് നടക്കണം കേട്ടോ. എവിടെയാണ് റേറ്റ് കുറവ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു മാളാണ്. ഇപ്പോൾ നമ്മൾ മേടിച്ചത് കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ വിലയും കാര്യങ്ങളും ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കാണ്. കുട്ടികളുടെയും കളിക്കുന്നതും ഷൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ലേഡീസിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊന്നും നമ്മളിവിടെ കണ്ടില്ല കേട്ടോ. അധികം ഒക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ടൈപ്പേ ഉള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഇതുണ്ട്. പിസ്സയുടെ ഷോപ്പ്, അതുപോലെ പിസ്സ ഹട്ട്, സ്റ്റാർബക്സ്, പിന്നെ ഇവിടെ ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. KFC ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ച് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് തന്നെ ഒന്ന് വരുന്നത്. അവിടെ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മീറ്റിങ്ങിൻ്റെ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പോവും. നമ്മളവിടുന്ന് ഡോളർ മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ക്യാഷ്. പല സ്ഥലങ്ങളിലും ഡോളർ ക്യാഷ് അവർ ഇത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് അടിക്കാം, അലിപേ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡോളർ കൊടുന്നത് നമ്മൾ മാറ്റിയിട്ട് ഇവിടുത്തെ ക്യാഷാക്കി യുവാൻ ഒരു 200-100 മാറ്റിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ പൈസക്ക് മാറ്റമുള്ളൂ. നമ്മളിവിടെ തന്നെ അത് മാറി. പല സ്ഥലത്തേലും നമുക്ക് ക്യാഷ് കൊടുത്ത് കൊടുക്കല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ നമ്മളെ അഹമ്മദും അവരൊക്കെ വരുന്നുണ്ട് കൂടെ. നമ്മളിവിടുത്തെ ഹോട്ടലിലെ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ചൈനീസ് ഭാഷ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ലോഞ്ച് ഇതാണ് കേട്ടോ നമ്മുടെ ലോഞ്ച്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ആയിട്ടില്ല, ഭക്ഷണം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് اللحوم عادي هذا ما في شيء هذا شيء طبيعي. ليش عمره شو مشكلة
നമ്മളുടെ ഇവിടെ ചെറുതായിട്ട് പൊട്ടി, അത് ബ്ലഡ് നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് കൂടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പുറത്തു കൂടെ തന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നാണ് നമ്മുടെ കൂടെയുള്ള ആൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന് പോയിട്ട് നോക്കി നോക്കാം എന്താ. യെസ്, റെസ്റ്റോറൻറ്റ് താഴെ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാണുള്ളത്. ഇവിടെയൊക്കെ ഇവരുടേതായിട്ടുള്ള ബ്രാൻഡുകളാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. മുകളിൽ നമ്മൾ ഉദ്ദേശിച്ച് വന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നമ്മളെ ഷോപ്പുകളുണ്ട് ഓരോന്ന്. ഡ്രസ്സുകളുടെ ഷോപ്പുകൾ, അവിടെ നമുക്ക് പിള്ളേർക്ക് കളിക്കുന്ന സ്ഥലം, ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലാ മാളിലും പിള്ളേർക്ക് കളിക്കാനും ഇതിനുള്ള സ്ഥലങ്ങൾ ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഏരിയയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്ന് കയറിയേക്കും. ഇവിടെ ഷൂവിൻ്റെ ഷോപ്പാണ്. ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇവിടെ താഴ്ത്തിക്ക് വരെ വരുന്നുണ്ട് കേട്ടോ. ആ മുകളിൽ കണ്ടില്ലേ അതിൻ്റെ ഇതിന് യൂണിക്ലോ ഇവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവിടെ കയറി നോക്കാം. ഡ്രസ്സുകൾ കണ്ടമാനുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ കേട്ടോ. അതെ, ഫുള്ള് സാധനങ്ങൾ. ഇത് ഇവിടെ മാത്രമല്ല, അഹമ്മദിൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്, എല്ലാം കൂടി പിടിച്ചേക്കാട്ടാ. പിള്ളേർക്ക് പറ്റിയ സാധനങ്ങൾ ഇവിടെ സൈസ് ഇല്ല. ഞാൻ മോന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്, പക്ഷേ സൈസില്ല. അതുണ്ടോ, കുട്ടികളുടെ സാധനങ്ങൾ നോക്കിയത് ഇവിടെ സൈസ് തീരില്ല. അല്ലെങ്കിൽ നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷെ പ്രൈസ് നമ്മളുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതലത് 80, 79, 80. അപ്പോൾ 40 ദിർഹംസ് വില വരുന്ന ഒരു ടീഷർട്ടിന്. അതാണ് കുട്ടികൾക്ക് എടുത്തില്ല. പിന്നെ വൈഫിന് പറ്റിയ ഇവിടുത്തുകാരുടെയാണ് ഇത് കൂടുതലും. നമുക്ക് പറ്റിയ സാധനങ്ങൾ ഇതിനകത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കാം. ഇതൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഇത് മറ്റേ നമ്മൾ മൗണ്ടനിലേക്കൊക്കെ പോവില്ലേ, അപ്പോൾ ധരിക്കുന്ന ഫുൾ കവേർഡായിട്ടുള്ള സാധനം വേണ്ടോ. തണുപ്പിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ്, ബാഗ്, ഷൂസ്, എല്ലാ സാധനങ്ങളും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങനത്തെയാണ് കേട്ടോ. ഫുൾ സെറ്റ് സാധനങ്ങളാണ് ഉണ്ടോ. അപ്പോൾ ഇവരൊക്കെ മേടിച്ചിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. ഇത് കംപ്ലീറ്റ് ചായയുടെ ഇതാണ് കേട്ടോ. അതൊക്കെ T9 പ്രീമിയം ടീ ഉണ്ടോ. എൻ്റെ ഷോപ്പാണ്. കംപ്ലീറ്റ് സാധനം വെച്ച് നോക്കി അറേഞ്ച് ചെയ്തേക്കും. നല്ല രസമുണ്ടല്ലേ ഷോപ്പ്. കംപ്ലീറ്റ് സാധനങ്ങൾ. اوف زيادة زين ഐറ്റോ എഴുതിയേക്കുന്നത് അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ എന്താ കളറും ഇത് اوه عبدو شو هذا داكل؟ اوه داكل شو بريميوم هذا نمبر 1 ها؟ شفت هذا كاميرا؟ كم كاميرا؟ كاميرا سنسر ايه هني بعد بس عند فرندوجي ചിക്കൻ സാറിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങൾ. നേരത്തെ നമ്മൾ വന്ന സൈഡ് തന്നെ കേട്ടോ. അതൊക്കെ ഫുഡ്
അത് വെച്ചേക്കണ കാണാൻ നല്ല രസമുണ്ട് ഫുഡിൻ്റെ. ഇവിടെ കുറച്ച് ഫുഡുകളുണ്ട്, അത് എല്ലാം പുക വരുന്നുണ്ട് മൊത്തം. ഇത് അടി ഇത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് വെള്ളത്തിലാണ്, മറ്റേ താഴെ വെള്ളമാണ്, അതിൽ നിന്നാണ് ഈ പുക വരുന്നത്. ഇതെന്താ മീനെ വെച്ചാലൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ. ഈ വെള്ളത്തിൽ നിന്നാണ് ഈ മൊത്തം പുക വരുന്നത്. സ്റ്റീം ചെയ്യാണ്, ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവർ വെള്ളത്തിൽ മേലെ വെച്ചിരിക്കുക, ചൂട് പോവാതിരിക്കുക. ഇത് നമ്മുടെ തമിഴ്നാട്ടുകാരുടെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കേരളയാ? ആ തമിഴ്നാട്. ഞാൻ കേരള. ഇവിടെ എൻ്റെ ഇവിടെ നമ്മുടെ ഷോപ്പ് ഇതിനകത്ത് വന്നപ്പോൾ ഇപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവർ അടുത്ത് വേറെ എന്തോ പുതിയ എന്തോ ഷോപ്പ് തുറക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്നാ. ഓക്കെ, അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കടന്നിട്ടാ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഇത് ക്യാപ്സി അപ്പൻ്റെ ഷോപ്പ് കാണുന്നുണ്ട്. ഇതെന്തൊരു കോളേജൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ അതൊന്നുമല്ല. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വണ്ടി ഇവിടെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 5:45 6 മണിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. പെട്ടെന്ന് മെസ്സേജ് അയച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇനി വലിച്ചു നീട്ടി ഒരുപാട് ആക്കുന്നില്ല, കാരണം ഇന്നലത്തെ എടുത്തുകൊണ്ട് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വരും. ഇനിയിപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെന്നൈയിൽ നിന്നും നല്ലൊരു ബൈ.